തറവാട്ടിലേക്കുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. മുകളിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നടക്കാൻ നല്ല പാടായിരുന്നു. നിറയെ മുള്ളുകളാണ്. അതുപോലെ ചെറിയ ചെറിയ ഉരുളം കല്ലൊക്കെ ഉണ്ട്. ചവിട്ടിയാൽ ചിലപ്പം ഉരുണ്ട് പിടിച്ച് താഴെ പോകും. പക്ഷെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അത്യാവശ്യം കുറച്ച് കാടുകളും മലയൊക്കെ കയറി നടന്നിട്ടുള്ളതാണെങ്കിലും ഇതിൽ ദേ ഈ പോകുന്നുണ്ടല്ലോ, അവൾ കൊച്ചിയിൽ ജനിച്ചു വളർന്നതാണ്. പക്ഷെ അവൾക്ക് അണ്ണാൻകുഞ്ഞിനെ പോലെയാണ് കയറി പോണത്. ഞാൻ ഈ വീഡിയോ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഏറ്റവും ബാക്കിലാണ്. പക്ഷെ ഇവരെല്ലാം കുറേ അങ്ങ് മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ചേട്ടൻ പറയുന്നത്, ആ വഴിക്കല്ല പിള്ളേരെ പോകേണ്ടത്, ദേ ഈ വഴിക്കാണ് പോകേണ്ടതെന്ന്. അങ്ങനെ കയറി എത്രയും മല തിരിച്ചിറങ്ങിയിട്ട് ചേട്ടൻ്റെ പിന്നാലെ ചേട്ടൻ പറയുന്ന വഴിയെ നടന്നു. എൻ്റെ മക്കളോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാണ്, മക്കളെ മല കയറാൻ പോകണ്ട, ബുദ്ധിമുട്ടായിരിക്കും, വേദന എടുക്കുമെന്ന്. പക്ഷെ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരിങ്ങനെ എന്തായാലും എല്ലാവരും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും റോഡ് ട്രിപ്പൊക്കെ അവർക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മല കയറിയിട്ട് ഒരുപാട് നാളായതുകൊണ്ട് തന്നെ നേരെ ചുവേ നടന്നില്ലെങ്കിൽ ഉരുണ്ടു പിടച്ച് വീണ് തലയും കാലും ഒന്നും കാണില്ല. അവന്റെ ഭാര്യ എന്റെ ഭാര്യ ചോദിച്ചും വന്നില്ല. അവിടെ ഒരു രൂപമൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇതുണ്ട് മതിലേല് കണക്ട് ചെയ്തിട്ട് കുടുംബം. അതെ, ക്ഷത്രിയ കുടുംബം. അതൊക്കെ ക്ഷയിച്ചു. ഇതാണ് തറവാട്. തറവാടിന്റെ ഫോട്ടോ കാണാം. അതെ, അതെന്താ അതൊരു ഫോട്ടോയാ. അങ്ങനെ തറവാടിന്റെ മുറ്റത്തെത്തി. തറവാടിനൊന്നും പറയാനില്ല, ഇനി കുറച്ച് ഭിത്തികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഓർമ്മകളായിരുന്നു കേട്ടോ. തറവാടിന്റെ ഓരോ മൂലയെക്കുറിച്ചും മുറ്റത്തിന്റെ ഓരോ സൈഡിനെ കുറിച്ചും പറയാനായിട്ടും ഓരോ മരങ്ങളെ കുറിച്ചും എല്ലാത്തിനെയൊക്കെ പറ്റിയും പറയാനായിട്ട് അവർക്ക് ഓരോ കഥകളുണ്ടായിരുന്നു. റേഡിയോയിൽ നാടകം വെക്കും. നാടകമൊക്കെ കേട്ടിരിക്കും. മിണ്ടാൻ പാടില്ല, ഒറ്റ പിള്ളേരെ മിണ്ടരുത്, മിണ്ടാട്ടിയാ. നമ്മളാരെയും ഇരുത്താനായിരിക്കും അവർക്ക് അത്രയായിരിക്കും കൊടിവള്ളിക്കാരുന്നു ചെമ്പ് കണക്കിന് കപ്പ. ഇപ്പം ഈ പോകുന്ന വഴിയൊക്കെ തോടിലേക്കുള്ള വഴിയാണ്. പക്ഷെ ഇപ്പം തോടും ഒന്നുമില്ല, നിരപ്പായ സ്ഥലമാണെന്നൊന്നും മനസ്സിലാകാത്ത വിധത്തിലായി ഒരുപാട് മാറിപ്പോയി. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇതിൽ നല്ല വെള്ളമായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന മരത്തെ കൂടെയൊക്കെ ഇവർ ഊഞ്ഞാലാടുന്നതും പാറപ്പുറത്തുനിന്ന് ഊർന്നിറങ്ങി വരുന്നതും മുഴുവൻ പൊളിയുന്നതും അതിനുവേണ്ടി ചാച്ചൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് അടി വാങ്ങുന്നതും ഒക്കെയാണ് ഇവർ പറയുന്നത്.